നമസ്കാരം. നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, ക്വാക്ക് ഫാമിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള സുഹൃത്തുക്കളെല്ലാവരും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും കിടക്കുന്നവരാണ്. എന്നിരുന്നാലും നമ്മളെ എല്ലാവരെയും ഇതിലേക്ക് കണക്റ്റ് ആക്കി നിർത്തിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കോഴികളും ചിലർക്കെങ്കിലും കോഴി ഇറച്ചികളോടുള്ള പ്രേമമായിരിക്കും. അങ്ങനെ എന്തായാലും നമ്മൾ 2018 ഫാം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ചെറിയ ചെറിയ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഗുണപാഠങ്ങളുമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ചെറിയ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെങ്കിലും ചെറുതായിട്ട് കോഴികളെ വളർത്തി അതൊരു ചെറിയ വരുമാനമായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. 2018 നമ്മൾ ആദ്യമായിട്ട് 60 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ വാങ്ങുമ്പോൾ നമ്മൾ മുട്ടകളൊക്കെ പുറത്തുനിന്ന് 10 രൂപയ്ക്ക് ഒരെണ്ണം എന്നുള്ള റേറ്റിലാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അത് കൊണ്ടുവന്ന് നമ്മൾ ഇൻക്യുബേറ്ററിൽ 21 ദിവസം വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ വിരിയിച്ച് ആ കുഞ്ഞുങ്ങളെ നമ്മൾ 60 ദിവസത്തോളം അല്ലെങ്കിൽ 2 മാസത്തോളം നോക്കിയിട്ട് 120 130 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ അതിനകത്ത് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ലാഭക്കുറവെന്ന് പറയാവുന്ന ഒരു സാഹചര്യം വളരെ വലുതായിരുന്നു. കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇൻക്യുബേറ്ററിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലവും അതോടൊപ്പം തന്നെ തീറ്റയുടെ ചിലവും കറണ്ട് ബില്ലും എല്ലാം ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമ്മൾ ക്വാക്ക് ഫാം മാത്രമല്ല, നമ്മളെ പോലെയുള്ള എല്ലാ ചെറിയ ഫാമുകളിലും അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഇത്. നമ്മളെപ്പോഴും ചിലവാക്കുന്ന തീറ്റയുടെയും കറണ്ടിൻ്റെയും, കുഞ്ഞുങ്ങളെ വളർത്തുന്ന സാഹചര്യത്തിലാണെങ്കിൽ ബൾബ് ഇടുന്നതാണ് നമ്മൾ കറണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻക്യുബേറ്റർ റണ്ണാവുന്നതിൻ്റെ കറണ്ടിൻ്റെയും തീറ്റയുടെയും ചിലവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴായാലും കൊടുക്കുന്ന പ്രോഡക്റ്റ്, മുട്ടയാണെങ്കിലും കോഴിക്കുഞ്ഞാണെങ്കിലും ഇറച്ചിയാണെങ്കിലും അതിന് തത്തുല്യമായ ലാഭം പലപ്പോഴും ഉണ്ടാകാറില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുണ്ടാകുന്ന പൗൾട്രി ഫാമുകൾ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നതാണെങ്കിലും ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നതാണെങ്കിലും അവരൊക്കെ ലാഭം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ വലിയ അളവിൽ തീറ്റകൾ വലിയ സ്കെയിലിൽ എടുത്തു കൊണ്ടുവന്ന് വളർത്തുമ്പോൾ മാത്രമാണ് അവർക്കിതിൽ നിന്ന് ലാഭം ഉണ്ടാവുക. നമ്മളെ പോലെയുള്ള ചെറിയ ഫാമുകളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പറ്റുന്ന അത്രയും കോഴിത്തീറ്റയാണെങ്കിലും കോഴികൾക്ക് വേണ്ടുന്ന മറ്റ് കാര്യങ്ങളാണെങ്കിലും നമ്മൾക്ക് സ്വന്തമായി അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമാണ് കോഴി വളത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായി വരിക. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 15 കോഴികളെ നമ്മൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഏകദേശം 3 മാസത്തോളം പ്രായമാകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വിറ്റത് 130 രൂപയ്ക്കാണ്. അതോടൊപ്പം തന്നെ ബാക്കിയുണ്ടായിരുന്ന ഈ 7 കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ വിറ്റിരിക്കുകയാണ്. അവരെയും അതേ റേറ്റിലാണ് വിറ്റിരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ ഈ ഒരു മാസം നമുക്കുണ്ടായിരിക്കുന്ന ചിലവെന്ന് പറയുന്നത് ഒരു 1800 2000 രൂപയാണെങ്കിൽ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുള്ള വരുമാനം 3000 രൂപ അടുപ്പിച്ചിട്ടാണ്. 3000 രൂപയിൽ നമുക്കുണ്ടാവുന്ന ശമ്പളം അല്ലെങ്കിൽ ഒരാൾ ജോലി ചെയ്യുന്നതിൻ്റെ റിട്ടേൺസ് ആയിട്ട് കണക്കെടുക്കാൻ പറ്റില്ലെങ്കിലും തീർച്ചയായിട്ടും കോഴി വളർത്തലിന് ചെറുതല്ലെങ്കിലും വലിയ ഒരു കോഴികളോടുള്ള ഇഷ്ടം അത്യാവശ്യമാണ്. ആ ഇഷ്ടത്തിലാണ് നമ്മൾ ഈ ഫാം വീണ്ടും തുടരുന്നത്, ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടിലും.